വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടത്തിയത്. വിൽസൺ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 100-ലധികം വരുന്ന RSS പ്രവർത്തകർ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി. അവിടെ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം നിരവധി ആളുകൾ ആശുപത്രിയുടെ പരിസരത്ത് തടിച്ചുകൂടുന്നുമുണ്ട്. ആരെയും വകവയ്ക്കാതെ ചില്ലുകൾ അടിച്ചു തകർക്കുന്ന, ഡോറ് തുറന്നിട്ട് ചില്ലുകൾ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. സംസ്ഥാന നേതാവായ വത്സൻ തില്ലങ്കേരിയും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 100-ലധികം വരുന്ന RSS പ്രവർത്തകരാണ് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കാണുന്നത്. ഇതിന്റെയൊക്കെ സമഗ്ര വിവരം നൽകാൻ ഇപ്പോൾ PV കുട്ടൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. കുട്ടൻ, പലപ്പോഴും ആക്രമണങ്ങൾ നടത്തി അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു നിലപാട് അതായിരുന്നു ഇതുവരെയും RSS നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. ഇതായി ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം അവരുടെ RSS നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. RSSന്റെ മുഖംമൂടി അതിവിടെ അഴിഞ്ഞു വീഴുകയല്ലേ? അഞ്ജു, ഹർത്താലിന്റെ മറവിലാണ് ഇന്നലെ RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജിൽ ആക്രമണം അഴിച്ചുവിട്ടത്. പരിയാരത്ത് മാത്രമല്ല, കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ BJP വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ആക്രമണം നടന്നത് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസാണ് അക്രമികൾ ആദ്യം തകർത്തത്. ഈ ആംബുലൻസ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിക്ക് മുമ്പിലായിരുന്നു നിർത്തിയിരുന്നത്. അവിടേക്ക് പയ്യന്നൂരിൽ നിന്നും ഒരു രോഗിയെ കൊണ്ടുവന്നതായിരുന്നു. ആ സമയത്താണ് അവിടെ തടിച്ചുകൂടി ഇരുന്ന 100 കണക്കിന് BJP പ്രവർത്തകർ ഈ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തുകയും കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ച് ആംബുലൻസ് എറിഞ്ഞ് തകർക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. 100-ലധികം വരുന്ന RSS BJP പ്രവർത്തകർ വരുന്നു. ഈ ആംബുലൻസിൽ കല്ലെറിയുന്നു. അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസ് തകർക്കുകയാണ്. അതിനുശേഷമാണ് RSS പ്രവർത്തകർ കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിന്റെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് RSSന്റെ സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ്. വത്സൻ തില്ലങ്കേരിയുടെ ദൃശ്യങ്ങളും ഈ നാം ഇപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ അക്രമി സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. 100ഓളം പേരാണ് ഈ അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് എന്ന് പറയുന്ന സംവിധാനമുള്ള ഒരു ഭാഗമുണ്ട്. അവിടെയാണ് പ്രധാനമായും ഈ ആക്രമണം നടന്നത്. ആ ഘട്ടത്തിൽ തന്നെ ആശുപത്രിക്കകത്ത് നിരവധി രോഗികൾ, കാഷ്വാലിറ്റിക്കകത്ത് തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ നിരവധി രോഗികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർമാരുണ്ടായിരുന്നു. അവരൊക്കെ വലിയ രീതിയിൽ ഭയപ്പാടോടുകൂടി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൽ 2-3 രോഗികൾക്ക് അവരുടെ അസുഖം വർദ്ധിച്ചു. ഈ സംഭവം കണ്ടതിനെ തുടർന്ന് 1-2 പേർ കുഴഞ്ഞു വീണു എന്നതുൾപ്പെടെയാണ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിൽ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും അവിടെ പ്രവേശിപ്പിക്കുന്നവർക്കുമൊക്കെ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു നവീന USG സംവിധാനം, USG മെഷീൻ അവിടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു. RSS പ്രവർത്തകർ ഈ മെഷീൻ അടക്കം അടിച്ചു തകർക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഏതാണ്ട് 25 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ് ഈ സംവിധാനം. അതും RSS പ്രവർത്തകർ അടിച്ചു തകർത്തിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം ഇന്നലെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടൻ, ഏതാണ്ട് 1.5 മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആക്രമണ പരമ്പരകൾ അരങ്ങേറുക, അതും ഒരു ആതുരാലയത്തിനുള്ളിൽ, ഇതിനെ എങ്ങനെ അംഗീകരിക്കാനാകും? ഒപ്പം സംഘപരിവാർ അജണ്ടകൾ
നടപ്പിലാക്കാൻ ഒരു ആശുപത്രി തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് RSSന്റെ രാഷ്ട്രീയ നിലപാടുകൾ അതിരു കടന്നിരിക്കുകയല്ലേ? ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. രാഷ്ട്രീയത്തിന് ഉപരിയായി നമുക്കറിയാം, കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഭവമാണ്. കാരണം ഒരു ആശുപത്രി, അവിടെ പല രീതിയിലുള്ള ആൾക്കാർ എത്തുന്ന സ്ഥലമാണ്. അത് രാഷ്ട്രീയം നോക്കിയല്ല ആശുപത്രികളിൽ രോഗികൾ എത്തുന്നത്. പല രാഷ്ട്രീയക്കാർ, പല വിശ്വാസമുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ അസുഖബാധിതരായാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ആക്രമണമാണ് പെരിയാരത്ത് നടന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു ആശുപത്രിയോടും അതുപോലെ തന്നെ രോഗികളെ അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ആംബുലൻസ്. ഈ ആംബുലൻസ് തകർക്കുക, ആശുപത്രിയുടെ കാഷ്വാലിറ്റി സംവിധാനം തകർക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധം ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ വലിയ പ്രതിഷേധം ഈ ആക്രമണത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തെ തുടർന്നുണ്ടായ സംഭവമാണെന്ന് പറയാൻ സാധിക്കില്ല. RSSന്റെ സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുണ്ട്, അതുപോലെ ജില്ലാ നേതാക്കളുണ്ട്. ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകർ സംഘടിച്ചെത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു കൃത്യമെന്ന് തന്നെ പറയേണ്ടി വരും. മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്രയും അധികം രോഗികൾ, അതും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇത്തരം ഒരു പ്രശ്നം ആക്രമണം നടത്തുമ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്ന് തന്നെ വേണ്ട കരുതാൻ, പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ. അഞ്ജു, അങ്ങനെ തന്നെ കരുതണം. കാരണം ആയിരക്കണക്കിന് രോഗികൾക്ക് ചികിത്സ നൽകുന്ന കേന്ദ്രമാണ് പെരിയാരം മെഡിക്കൽ കോളേജ്. നമുക്കറിയാം, മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമാണ് ഈ പെരിയാരം മെഡിക്കൽ കോളേജ്. ഇവിടേക്ക് വിവിധ നാടുകളിൽ നിന്നും, കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ചികിത്സ തേടി എത്തുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയാലയ, സഹകരണ ഹൃദയാലയ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന കേന്ദ്രമാണ് സഹകരണ ഹൃദയാലയ. ഇവിടെയും നിരവധി പേർ ചികിത്സക്ക് എത്തുന്നുണ്ട്. ഈ ഒരു കേന്ദ്രത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് RSS പ്രവർത്തകർ ഇന്നലെ അക്രമം നടത്തിയത്. ഒരു തരത്തിലും പ്രതീക്ഷിക്കുന്ന ഒരു അക്രമമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സജ്ജീകരണം ഒന്നും തന്നെ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മറ്റു ചില ആക്രമണങ്ങൾ നടക്കും എന്നല്ലാതെ ഈ ഒരു ആശുപത്രിക്ക് നേരെ RSS ഇത്തരമൊരു അക്രമം അഴിച്ചുവിടുമെന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയും നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്നാണ് ആശുപത്രിയുടെ പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന RSS പ്രവർത്തകർ ഈ കാഷ്വാലിറ്റിയുടെ മുന്നിലേക്ക് എത്തുകയും അവിടെയുള്ള ആംബുലൻസ് തകർക്കുകയും കാഷ്വാലിറ്റിക്ക് അകത്ത് പോലും കയറിക്കൊണ്ട് അവിടുത്തെ ആധുനിക സംവിധാനങ്ങളടക്കം, ആധുനിക ചികിത്സാ സംവിധാനങ്ങളടക്കം തകർക്കുന്ന രീതിയിലേക്ക് പെരുമാറിയത് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ട നേതാക്കളുടെ തന്നെ സാന്നിധ്യത്തിലും അവരുടെ അറിവോടും കൂടിയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നത്. ശരി, വ്യക്തമാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. വിൽസൺ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA MP വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി CG ദിൽജിത്ത് ചേരുകയാണ് തൃശൂരിൽ നിന്നും. ദിൽജിത്ത്, MP വിൻസെന്റ് അറസ്റ്റിലായതിനു പിന്നാലെ പീതാംബരക്കുറുപ്പും പോലീസിന്റെ വലയിൽ വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 2013 നവംബറിലാണ് സംഭവത്തിന് ആധാരമായിട്ട് സംഭവം നടക്കുന്നത്. ഈ റെയിൽവേയിൽ സ്പോർട്സ് കോട്ടയിൽ ജോലി വാഗ്ദാനം നൽകി തൃശൂർ കൊല്ലൂർ സ്വദേശിയായ ഷാജൻ എന്നയാളുടെ കയ്യിൽ നിന്ന് 22 ലക്ഷം രൂപ പലപ്പോഴായി വാങ്ങി എന്നുള്ളതാണ് സംഭവത്തിന് ആധാരം. ഇത്തരത്തിൽ പല ഇടങ്ങളിലായി MLA MP വിൻസെന്റിന്റെ നേതൃത്വത്തിൽ പണം വാങ്ങി എന്നാണ് പറയുന്നത്. റെയിൽവേ ബോർഡ് അംഗമായിരിക്കെ MP പീതാംബരക്കുറുപ്പ് അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ പീതാംബരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടത്തിയതും ഇത്തരത്തിൽ പലപ്പോഴായി പല ആളുകൾ മുഖേന തുക വാങ്ങിയെടുത്തു എന്നാണ് പരാതി. ഇത്തരത്തിൽ മുൻപ് ഘട്ടങ്ങളായി 5 ലക്ഷം രൂപയും പിന്നീട് 10 ലക്ഷം രൂപയും അടക്കം നൽകിയ ശേഷം ജോലി വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയാണ് പറഞ്ഞതിൽ കൂടുതൽ തുക നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ പണം കൂടുതൽ നൽകിയിട്ടും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത്തരത്തിൽ MP വിൻസെന്റിനെതിരെ പരാതി രംഗത്ത് വന്നത്. എന്നാൽ MP വിൻസെന്റിനെതിരെ കേസെടുത്ത്
അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് MP പീതാംബരക്കുറുപ്പിനെതിരെ വ്യക്തമായ പരാതി നൽകിയിരുന്നില്ല. പിന്നീട് പീതാംബരക്കുറുപ്പിനെയും കൂടി ഉൾപ്പെടുത്തി ഒരു പരാതി നൽകിയിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിട്ടുള്ളത്. പിന്നീട് പീതാംബരക്കുറുപ്പിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കേസാണ് എടുത്തിരുന്നത്. മുമ്പ് ഇത്തരത്തിൽ MP വിൻസെന്റിനെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ MP വിൻസെന്റിനെ വിളിച്ചു വരുത്തി കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ ഇട്ടു. ഏതായാലും ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ MP പീതാംബരക്കുറുപ്പ് ഉടൻ അറസ്റ്റിലായേക്കും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ദിൽജിത്ത്, സംഭവം നടന്ന് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്ന് ഇവർക്ക് അതീവ സംരക്ഷണം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാവുകയല്ലേ? ഒപ്പം UDF സർക്കാരിന്റെ അഴിമതിയിൽ മുങ്ങിയ UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം അത് പുറത്തു വരിക കൂടിയല്ലേ? തീർച്ചയായും 2013 നവംബറിൽ നടന്ന ഒരു സംഭവത്തിൽ കേസ് നൽകിയപ്പോൾ ആ കേസിന്റെ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ആ സമയത്ത് MLA സ്ഥാനം വഹിച്ചിരുന്നു എന്നതിന്റെ പേരിൽ വിൻസെന്റിനെതിരെ കേസെടുക്കാനും അത് MP എന്ന നിലയിൽ പീതാംബരക്കുറുപ്പിനെതിരെ കേസെടുക്കുന്നതിനും പോലീസിൽ നിന്ന് വലിയ അനാസ്ഥ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇതിനെതിരെ പരാതിക്കാരൻ വീണ്ടും ശക്തമായ പരാതിയുമായി രംഗത്ത് എത്തിയതോടുകൂടി വീണ്ടും ശക്തമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കേസ് പാലക്കാട് SP നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘത്തിന് കൈമാറുകയും ഈ SP നേതൃത്വത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് അതിൽ ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്, ഇത്തരത്തിൽ പണം വാങ്ങി അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എന്നാലും ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടികൾ, കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്ന നടപടികൾ ഏറെ വൈകിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇവർക്കെതിരെ MP വിൻസെന്റും അതോടൊപ്പം പീതാംബരക്കുറുപ്പ് അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുത്തത്. കേസിലാകെ 4 പ്രതികളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഈ പ്രധാന പ്രതിയായ ഷിബു C. ബാലൻ ആണ് ഒന്നാം പ്രതി. ഷിബു C. ബാലനും മറ്റൊരു പ്രതിയും കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പീതാംബരക്കുറുപ്പിന്റെ പങ്ക് കമ്പനിയെക്കുറിച്ചുള്ള തെളിവുകളാണ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ പരാതിക്കാരന്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പിന്റെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. ശരി, വ്യക്തമാണ്. കോൺഗ്രസ് നേതാവും മുൻ MPയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. വിവരങ്ങളാണ് CG ദിൽജിത്ത് നൽകിയത്. പ്രതീക്ഷിച്ചത്ര വേനൽ മഴ ലഭിക്കാത്തതിനാൽ തൃശൂർ ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്ക പടർത്തുകയാണ്. പ്രവചനങ്ങൾക്കനുസരിച്ച് ഇനിയും മഴയുണ്ടായില്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയേക്കും. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോഴുള്ളത്.